ഗായ്സ്, അപ്പം നമ്മൾ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതാണ് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റിൻ്റെ ടോപ്പ്. ബാക്കിൽ കുഞ്ചലില്ല ഗൈസ്. അപ്പം ഫസ്റ്റ് ഞാൻ മോയ്സ്ചറൈസർ ഇട്ടു. അക്വാളജിക്കയുടെ മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നല്ല സൂപ്പർ മോയ്സ്ചറൈസർ ആട്ടോ, എനിക്ക് നല്ല ഇഷ്ടമാണ് മോയ്സ്ചറൈസർ. പിന്നെ ഞാൻ എൻവൈബയുടെ ഫൗണ്ടേഷൻ യൂസ് ചെയ്തു. അത് മോയ്സ്ചറൈസറായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എന്താണെന്നറിയത്തില്ല, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ യൂസ് ചെയ്യുന്നത്. അത് ശരിയാണോ തെറ്റാണെന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല, ഞാനിങ്ങനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഞാനെല്ലാം കൈ കൊണ്ട് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. ജസ്റ്റ് ഇങ്ങനെ ഡാബ് ചെയ്താണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എനിക്കിങ്ങനെ മറ്റേ സ്പോഞ്ച് വെച്ചിട്ടൊന്നും അപ്ലൈ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല, എന്താണെന്ന് അറിയത്തില്ല, എനിക്കങ്ങോട്ട് ശരിയാവത്തില്ല. പിന്നെ ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്തു. ബ്ലഷ് ഇല്ലാണ്ടൊരു കളി ഇല്ലല്ലോ. അങ്ങനെ ബ്ലഷൊക്കെ വാരിയെടുത്തു. ഒത്തിരി ഒന്നും ഇട്ടില്ല കേട്ടോ, അപ്പോൾ ഇച്ചിരി വെച്ചാണ് നമ്മൾ മിനിമലായിട്ടാണ് ചെയ്യുന്നത്. ഓവറാക്കി കഴിഞ്ഞാൽ ബോറാവും. അപ്പോൾ ബ്ലഷും അങ്ങനെ ടാപ്പ് ചെയ്തിട്ട് കൊടുത്തു. പിന്നെ ഞാൻ എൻവൈബയുടെ തന്നെ ഒരു ഐ ഷാഡോ പാലറ്റ്, അത് പാലറ്റിൻ്റെ രണ്ട് കോളുണ്ടല്ലോ, കിട്ടിയപ്പോൾ തന്നെ പൊടിഞ്ഞു പോയി. അങ്ങനെ സൂക്ഷിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അത് വിട്. അങ്ങനെ അത് ഞാൻ എൻ്റെ കണ്ണിലിട്ട് കൊടുത്തു. കണ്ണെഴുതി മസ്കാര ഇട്ടു. മസ്കാരയും ഇല്ലാണ്ട് നമുക്ക് വേറെ കളിയില്ലല്ലോ. സോ മസ്കാര ഇട്ടു. അതിന് ശേഷം കണ്ണെഴുതാൻ പോകണം ഗൈസ്. അപ്പം ഞാൻ കണ്ണിൻ്റെ അകം അങ്ങനെ എഴുതാത്തൊരു വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് കണ്ണിൻ്റെ അകം എഴുതുമ്പം ഭയങ്കര തലവേദനയും കണ്ണ് നീറ്റിലൊക്കെ വരും. അപ്പം ഞാൻ ആദ്യം ഇച്ചിരി എഴുതിയിട്ട് വിട്ടേക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എഴുതി വന്നപ്പോഴത്തേക്ക് മൊത്തം എഴുതിയില്ലെങ്കിൽ ഒരു വൃത്തിയാവണില്ലായിരുന്നു. സാധാരണ ഞാൻ പ്രോഗ്രാമിനൊക്കെ പോകുമ്പം ഹാഫ് എഴുതാറാണുള്ളത്. അങ്ങനെ ഇന്ന് ഞാൻ കുറേ നാളുകൾക്ക് ശേഷം കണ്ണിൻ്റെ അകം മൊത്തം എഴുതി. ഞാൻ ലിപ്സ്റ്റിക്ക് ഇടാൻ പോവുകയാണ് ഗൈസ്. ഇതാണ് എൻ്റെ ലിപ്സ്റ്റിക്ക്. അല്ല, ഇത് ഞാൻ ബേസായിട്ട് ഇടുന്നതാണ്. എന്നിട്ട് ഞാൻ ലിപ് ലൈനൊക്കെ ചെയ്ത് കൊടുത്തു. ഈ ലിപ് ലൈനർ എൻ്റെ ഫേവറേറ്റ് ആയിട്ടോ, ഈ കളറ്. ഞാനിപ്പം കാഷ്വലായിട്ട് പുറത്തൊക്കെ പോകുമ്പം ഈ ലിപ് ലൈനർ മാത്രമാണ് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക് സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിയതാണ്. കളർ ഷെയ്ഡ് ഞാൻ മറന്നുപോയി, പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ബ്രൈറ്റായിട്ട് കാണിക്കും ഫേസിന്. അപ്പം ഇത്രയാണ് ഞാൻ എൻ്റെ പുട്ടി വിഭാഗം, ഇത്രേ ഉള്ളൂ. ഇനി ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. സാരി മഞ്ഞ കളറുള്ള സാരിയായിരുന്നു. സാരിക്ക് ഞാൻ പൊട്ടിട്ടു, കമ്മലിട്ടു. ഇനി മുടി ഇടുക. മുടി ഞാൻ വലുതായിട്ട് കെട്ടുന്നൊന്നുമില്ല, ജസ്റ്റ് എപ്പോഴത്തെയും പോലെ തന്നെ അഴിച്ചിട്ടാണ് ചെയ്യുന്നത്. കാരണം കെട്ടിയൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു നേരമാവും, പിന്നെ ഇരിക്കത്തില്ല കുന്തം. എത്ര സ്ലൈഡ് കുത്തിയാലും എനിക്കാണെങ്കിൽ ഒത്തിരി ഇങ്ങനെ ഈ ക്ലിപ്പൊക്കെ കുത്തുന്നത് എനിക്കിഷ്ടമല്ല. സോ ജസ്റ്റ് ഞാൻ വെറുതെ ഫ്രീ ആയിട്ട് ഹെയറിനെ അങ്ങ് വിട്ടേച്ചു. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് കാറ്റടിച്ചിടുമ്പോഴത്തേക്ക് എൻ്റെ ഹെയർ മൊത്തം അങ്ങ് ഉരുക്കാവും. പിന്നെ ആ ചട കളയാൻ വേണ്ടിയിട്ട് ഒരു 1.5 മണിക്കൂർ എടുക്കും. അങ്ങനെ ഇതാണ് എൻ്റെ ലാസ്റ്റത്തെ ലുക്ക്. നമ്മളവിടെ സ്ഥലത്തെത്തി. വേറെ എങ്ങുമല്ല പോയത്, നമുക്കിന്നൊരു മാരേജ് റിസപ്ഷൻ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ളൊരു ഫ്രണ്ട് ചേട്ടൻ, അൻപു ചേട്ടൻ്റെയും ചേച്ചിയുടെയും ശ്രീലക്ഷ്മി ചേച്ചിയുടെയും മാരേജ് റിസപ്ഷൻ ആയിരുന്നു. നമ്മൾ സൂപ്പർ ആയിട്ടുള്ള ഒരു സൗണ്ട് എഞ്ചിനീയർ ആട്ടോ ആലപ്പുഴയിലാണ്. അപ്പം ഇത്രയുള്ള ഇന്നത്തെ വിശേഷം. ബൈ.